ലേവ്യരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവിൻ. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. പ്രഭാതത്തിൽ ദൈവവചനം സേവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. 2021 ജനുവരി മാസത്തിന്റെ 1-ാമത്തെ ദിനം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ആയുസ്സിൽ തന്ന അവസരത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. 2020 അവിടുന്ന് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച്, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച്, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നമ്മെ നിർത്തി പരിപാലിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. COVID-19 എന്ന മഹാമാരി ശക്തമായി ദേശങ്ങളിലൊക്കെയും ആഞ്ഞടിച്ചപ്പോഴും സർവശക്തനായ ദൈവം തന്റെ ശാശ്വത ഭുജങ്ങൾ നമ്മെ വഹിച്ച് പരിപാലിച്ച് നിർത്തിയ കൃപകൾക്കായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാം വായിച്ച ഭാഗത്ത് യെഹിസ്കീയാവ് രാജാവായ ഉടനെ തന്നെ അവന്റെ അപ്പനായ ആഹാസ് അടച്ചു കളഞ്ഞ യഹോവയുടെ ആലയം തുറന്നു അതിനെ വിശുദ്ധീകരിക്കാൻ തുടങ്ങി. ശുദ്ധീകരണം ആരംഭിച്ചത് പുതിയ വർഷാരംഭത്തിലാണ്. ശുദ്ധീകരണത്തോടനുബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ ലേവ്യരെ ഉത്സാഹിപ്പിച്ചു. ദൈവത്തോടൊരു നിയമം ചെയ്യുവാൻ താല്പര്യം കാണിച്ചു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ജനം ഏകദേശം 800 വർഷക്കാലം ധൂപക്കാട്ടിക്കൊണ്ടിരുന്ന അതിനെ യെഹിസ്കീയാവ് ഉടച്ചു കളഞ്ഞു. ദൈവസേവയിൽ എരിവുള്ളവനായ യെഹിസ്കീയാവ് അന്ന് 25 വയസ്സുള്ള ഒരു യൗവനക്കാരനായിരുന്നു. ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന അവനെതിരെ പിൽക്കാലത്ത് അശ്ശൂർ രാജാവ് വലിയൊരു സൈന്യവുമായി യുദ്ധത്തിന് വന്നു. എന്നാൽ ദൈവം ഒരു ദൂതനെ അയച്ച് അവരിൽ 1,55,000 പേരെ നിഗ്രഹിച്ചു കളഞ്ഞതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. യെഹിസ്കീയാവ് ദൈവാലയ ശുദ്ധീകരണത്തിന് ശ്രമിച്ചതിന്റെ ഫലമായി തന്റെ എല്ലാ പ്രവൃത്തികളും സഫലമായി. ലേവ്യർ എല്ലാവരും ഉത്സാഹമുള്ളവരായി തീർന്നു. ജനം നല്ല മനസ്സോടെ യാഗത്തിനുള്ള വസ്തുക്കൾ കൊണ്ടുവരുവാൻ തുടങ്ങി. ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി സകല ജനവും സന്തോഷിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അതുപോലെ തന്നെ എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം നാം പഠിക്കുമ്പോൾ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ജനത്തെ സെരുബാബേലിന്റെയും എസ്രാ ശാസ്ത്രിയുടെയും നേതൃത്വത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അഗബ ആറ്റിങ്കിൽ ചില ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അനന്തരം 1-ാം മാസം 12-ാം തീയതി യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. യെരുശലേമിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. വിശുദ്ധജനം ജാതികളുമായി ഇടകലർന്നിരിക്കുന്നു. അന്യകാര്യത്തികളായിരിക്കുന്ന ഭാര്യമാരും അവരിൽ പിന്നെ പിറന്നായ കുട്ടികളുമായി യഹൂദന്മാർ ജീവിക്കുന്നു. ഇത് കണ്ട എസ്രാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനത്തോട് സംസാരിക്കുകയാണ്. എസ്രയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1, 4, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. വ്യസനത്തോടുകൂടി ഒരു ശുദ്ധീകരണത്തിന് ജനം തയ്യാറായി. പ്രിയരെ, നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആകയാൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കി ഈ പുതിയ വർഷത്തിൽ യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഏവർക്കും അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ഒരു പുതുവത്സരവും ആശംസിച്ചുകൊള്ളുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, 2020 ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് കരുതിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആകാശത്തിന്റെ കിളിവാതിലിനെ തുറന്ന് സകലവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. 2021 ജനുവരി മാസത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പുതിയ വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുക. കോവിഡ് എന്ന മഹാമാരി ദേശങ്ങളിലും ലോകരാജ്യങ്ങളിലും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ച് കരുതിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും രോഗത്തിന് അടിമകളായി തീർന്നു. ചിലരൊക്കെയും ഈ ലോകം വിട്ട് കടന്നുപോയി. എങ്കിലും അതിന്റെ നടുവിലും ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളെ കരുതി ഞങ്ങളെ നിർത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും മാനിച്ചാട്ട് ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ, കൃപയുടെ വർഷമായി തീരുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുന്ന വർഷമായി തീരുവാൻ, ഒരു ശുദ്ധീകരണത്തോടുകൂടി യാത്ര ചെയ്യുന്ന വർഷമായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. Dev
വിശ്രമം